എല്ലാവർക്കും നമസ്കാരം. സിംപ്ലി മിത്രൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ മഴ കുറച്ച് കുറവായിട്ടുണ്ട്. ഇനിയിപ്പോൾ കൃഷിപ്പണി തുടങ്ങേണ്ട സമയം കുറച്ചും കൂടി കഴിഞ്ഞു, കുറച്ച് മുമ്പ് തന്നെ തുടങ്ങണമായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് പച്ചക്കറി കൃഷി അടുക്കളത്തോട്ടം തുടങ്ങുന്നവർക്ക് എങ്ങനെ കുറച്ച് സ്ഥലത്ത് നമ്മളെ വീട് മുറ്റത്ത് നമുക്ക് വേണ്ട പച്ചക്കറി വളർത്താമെന്ന് പറയുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. കുഞ്ഞു വീഡിയോ അല്ല, കുറച്ച് ലോങ് വീഡിയോ ആണ്. കുഞ്ഞു കുഞ്ഞു നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് തൈ നടുന്ന, മണ്ണ് നിറയ്ക്കുന്ന, കൃഷി തുടങ്ങുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിന്ന് ഗ്രോ ബാഗ് കൃഷിയാണ് നടത്തുന്നത്. കുറച്ച് സ്ഥലം ആൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം ഗ്രോ ബാഗിലേക്ക് നമുക്ക് മണ്ണ് നിറയ്ക്കണം. മണ്ണ് നിറയ്ക്കുമ്പോൾ മണ്ണ് ആദ്യം ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ മണ്ണ് കുറച്ച് റെഡി ആയിട്ടുണ്ട്. പഴയ ഗ്രോ ബാഗിലുണ്ട് മണ്ണിൽ ചരിഞ്ഞ് വെച്ചത് ഞങ്ങൾ ഇത്. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾക്കിപ്പോൾ വെണ്ണൂരും ചാണപ്പൊടിയും ചേർക്കണം. മണ്ണിൻ്റെ അസിഡിറ്റി പോകാൻ വേണ്ടിയിട്ട് വെണ്ണൂര് നല്ലതാണ്. ചാണപ്പൊടി മണ്ണ് നല്ല സ്മൂത്ത് ആക്കിയിട്ടും തരും. പിന്നെ നല്ല വളമാണ് ചാണപ്പൊടി. അപ്പോൾ ഞങ്ങളിപ്പോൾ വേറൊന്നും ചേർക്കുന്നില്ല. കടലപ്പുണ്ണാക്കെല്ലാം ചേർക്കേണ്ടത്, അതിൽ പിന്നെ ചേർക്കണം. അപ്പോൾ തൈ നടുമ്പോഴത്തേക്ക് നമ്മൾ ഇത് മാത്രം ചേർക്കണം. പിന്നെ നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇത് വളത്തിൻ്റെ പിടിയെന്ന് മേടിച്ച ഗ്രോ ബാഗാണ്. 25 റുപ്യ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രോ ബാഗിന്. കഴിഞ്ഞ വർഷത്തത്. ഈ വർഷവും ഇതന്നെ ഉപയോഗിക്കാം. നമുക്ക് കൃഷി ഓഫീസിലല്ലേ ഇത് 15 റുപ്യക്കും കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് എങ്ങനെ നിറക്കുന്നതെന്ന് നോക്കാം. ആദ്യം കുറച്ച് കരിയില, നമുക്ക് കൂട്ടി വെച്ച കരിയില ഇതിൻ്റെ അടിക്ക് ഇട്ട് കൊടുക്കാം. പകുതി വരെ കരിയിലിട്ട് കൊടുക്കുക. അത് അടുത്ത് താണോളൂ. ഇത് വേരൊക്കെ നല്ല സ്മൂത്തായിട്ട് താഴെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കരിയിലിട്ട് കൊടുക്കുന്നത്. കരിയിലെത്ര മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മണ്ണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മണ്ണ് നിറച്ച് കഴിഞ്ഞു. ഇത് നമുക്ക് കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത മണ്ണ്. ഇപ്പോൾ വീണ്ടും ചപ്പല, പിന്നെ വെണ്ണീര്, ചാണകപ്പൊടിയെല്ലാം ഇട്ടിട്ട് അതിനെ വീണ്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എവിടെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന അടത്തേക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് മണ്ണെല്ലാം നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നനച്ച് കൊടുത്തിട്ടുണ്ട്. മണ്ണ് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഗ്രോ ബാഗെല്ലാം വെച്ചിട്ടുണ്ട്. ഇടാം ഇത് മുറ്റത്ത് തന്നെ വെച്ചു. നമുക്ക് പറമ്പിൽ സ്ഥലമില്ല അധികം. എല്ലാ ഗ്രോ ബാഗും മുറ്റത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി തൈ നട്ടു കൊടുക്കാം. ഇത് കുറച്ച് ചെടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് കാസർഗോഡ് അഗ്രികൾച്ചർ ഫാർമാണ് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത കൃഷിഭവനെന്നോ പഞ്ചായത്തെന്നോ അഗ്രികൾച്ചർ ഫാർമെന്നോ ഏഴുന്ന് വേണം തൈ കിട്ടും. ഈ തൈക്ക് ഒരു ചെടിക്ക് ഇത് 3 റുപ്യ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അധികം പൈസയൊന്നുമില്ല. ഇതിപ്പോൾ ഇതിൽ മുളകുണ്ട്, ടൊമാറ്റോ ഉണ്ട്, പിന്നെ വെണ്ട ഉണ്ട്, നാടൻ വെണ്ട, പിന്നെ ഇത് ഇളം പച്ച വഴുതന, 4 ഐറ്റംസാണ് കൊണ്ടുവന്നത്. കുറച്ച് സ്ഥലം ഉണ്ടാർക്ക് തൽക്കാലം ഇത്രയും മതിയാവും. അല്ല നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്ഥലമുണ്ട്, കൃഷി ചെയ്യാൻ മനസ്സുണ്ട്, സൗകര്യം ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ക്യാരറ്റ്, ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാബേജ് ഇതൊക്കെ നടാൻ പറ്റിയ സമയമാണ് ഒക്ടോബർ മാസം. അപ്പോൾ ആ ചെടികളും ഇങ്ങനത്തെ സ്ഥലത്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മുളകിൻ്റെ ചെടി നട്ടു കൊടുക്കാം. സൈഡ് മെല്ലെ ഒന്ന് കീറി കൊടുത്താൽ എളുപ്പത്തിൽ ഇത് ഊരിപ്പോരും. ഞാൻ ഇവിടെ ഒരു ഗ്രോ ബാഗിൽ 2 മുളൻ്റെ തൈ വെച്ചിട്ട് വീതം വെച്ച് നട്ടു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 2 കുഴി എടുത്ത് കൊടുക്കാം. വിരലിൽ ഇങ്ങനെ തൊട്ടാൽ കുഴിയാവും. ഇത്ര മതിയാവും ഇപ്പോൾ തൽക്കാലം കുഴി. അധികം കുഴി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മുളകിൻ്റെ തൈ വേരോടുകൂടി മെല്ലെ വെച്ച് കൊടുക്കാം. ഒന്ന് മണ്ണ് ചേർത്തിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ അമർത്തി സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ചെടികളും
ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കാം. ചെടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഈ കുഞ്ഞു ചെടികളെ രാവിലെ നട്ടു കൊടുക്കരുത്. വെയിലിൻ്റെ ചൂടുണ്ടെങ്കിൽ അത് ബാധിക്കും പെട്ടെന്ന്. അപ്പോൾ വൈകുന്നേരം നട്ടു കൊടുത്താൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ കുറച്ച് ചെയ്ത് ജീവൻ പിടിക്കുന്നതാണ്. നമുക്ക് എല്ലാ ചെടികളും ഇതുപോലെ നട്ടു കൊടുക്കാം. അപ്പോൾ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞു. ഇനി ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. എല്ലാ ഗ്രോ ബാഗിലും ചെടി നട്ടിട്ടുണ്ട്. ചെറുതായി നനച്ചു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം വേണ്ട. നനവുള്ള മണ്ണാണ്. ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി. ചെടിയിൽ നട്ട് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ആഴ്ച കാലം 2 നേരം ചെറുതായി നനച്ചു കൊടുത്താൽ മതി. വെയിൽ കൂടുതലുണ്ടെങ്കിൽ 1 മാറ വെച്ച് കൊടുക്കാം. 2 ആഴ്ച കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി വളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഈ ചെടി എത്ര വലുതായെന്നും ഇതിനെങ്ങനെയാണ് വളം ചേർക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. കൃഷി ചെയ്യാൻ താല്പര്യമുള്ള തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ഈ ചെടി വലുതാവുന്നതും അതിൽ നിറയെ കാ പിടിക്കുന്നതും കാ പറിക്കുന്നതും കറി വെക്കുന്നതായ ഒരുപാട് വീഡിയോ ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണണ്ടേ? അപ്പോൾ തീർച്ചയായും എപ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. ഞങ്ങളെ വീഡിയോ കാണാം. നിങ്ങൾക്ക് പുതിയ ടിപ്പുമായിട്ട് വീണ്ടും വരുന്നതാണ്.